നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പോണോഗ്രഫിയെ കുറിച്ചിട്ട് കുട്ടികളോട് എങ്ങനെ നല്ല രീതിക്ക് സംസാരിക്കാം, എങ്ങനെ അവരെ പറഞ്ഞ് മനസ്സിലാക്കാം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇമ്മച്യൂർ ആയിട്ടുള്ള കുട്ടികളോട്. അപ്പോൾ പാരൻസ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുതിർന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു വീഡിയോ കാണാണ്ട് പോകരുത്, മിസ് ചെയ്യരുത്. നമുക്ക് എങ്ങനെ കുട്ടികളോട്, ഇമ്മച്യൂർ ആയ കുട്ടികളെടുത്ത് നല്ല രീതിക്ക് പോണോഗ്രഫിയെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റും. പോണോഗ്രഫിയെ കുറിച്ച് അങ്ങനെ കുട്ടികളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ഗുണങ്ങളാണ് കുട്ടികൾക്ക് കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. വെൽക്കം ടു ജസ്റ്റ് ടോക്ക്. ഇന്റർനെറ്റ് വളരെയധികം സുലഭമായതിനു ശേഷം എല്ലാ കാര്യങ്ങളും നമുക്ക് ഒറ്റ ക്ലിക്കിൽ എല്ലാ കാര്യവും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലോകത്തിലൂടെയാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പോൾ എത്രയൊക്കെ നമ്മളെ കുട്ടികളെ റെസ്ട്രിക്റ്റ് ചെയ്താലും ആക്സിഡൻ്റലി അവർ മനഃപൂർവ്വമല്ല, ഇമ്മച്യൂർ ആയിട്ടുള്ള കുട്ടികളായിരിക്കും, പക്ഷെ ആക്സിഡൻ്റലി ഈ പോൺ കണ്ടന്റുകൾ അടങ്ങിയിട്ടുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ കാണാനുള്ള ചാൻസ് എപ്പോഴും കുട്ടികളിൽ വരാൻ കൂടുതലാണ്, അല്ലേ? അപ്പോൾ ചില സമയത്ത് ഇമ്മച്യൂർ ആയിട്ടുള്ള കുട്ടികളിൽ ഇത് പല പല തെറ്റിദ്ധാരണകൾക്കും വഴിവെക്കുകയാണ്. ഹ്യൂമൻ ബോഡിയെ കുറിച്ചിട്ട് വളരെ മിസ്റ്റേക്കുകളൊക്കെ ആയിരിക്കും അവർ ചിന്തിച്ചു വെച്ചിട്ടുണ്ടായിരിക്കുക, അല്ലെങ്കിൽ തൻ്റെ തന്നെ ബോഡിയോട് ഒരു നാണവും ഷെയിമും ഒക്കെ തോന്നുന്ന തരത്തിലായിരിക്കും അവർ വിചാരിച്ച് വെച്ചിട്ടുണ്ടായിരിക്കുക. അപ്പം അങ്ങനെ ഇമ്മച്യൂർ ആയിട്ടുള്ള കുട്ടികൾ ഇത്തരത്തിലുള്ള ഫോട്ടോസും വീഡിയോസും കാണുന്നതിലൂടെ കുറേ തെറ്റിദ്ധാരണകളും കുറേ മിസ്റ്റേക്കുകളും അവരുടെ ഭാഗത്ത് നിന്ന് വരാനുള്ള ചാൻസസ് ഉണ്ട്. ചില സമയത്ത് അവരുടെ കമ്മ്യൂണിക്കേഷനിൽ വല്ലാണ്ട് നാണമൊക്കെ വരും, അല്ലാണ്ട് എന്തെങ്കിലും ഒരു പേടിയായിരിക്കും, അങ്ങനെ പല പല പ്രശ്നങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. സോ കുട്ടികളോട് ഇത്തരത്തിൽ നമ്മൾ പോണോഗ്രഫിയെ കുറിച്ചിട്ട് ഒരു തുറന്ന ഒരു കമ്മ്യൂണിക്കേഷൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യമാണ് പോണോഗ്രഫിയെ കുറിച്ചിട്ട് നമ്മളൊരു ഓപ്പൺ കോൺവെർസേഷൻ വെക്കുക എന്നുള്ളതാണ്. അതിലൂടെ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ഒരു കാര്യം പറയുന്ന സമയത്ത് ഭയങ്കര ഷൈ ആയിട്ടോ അല്ലെങ്കിൽ അവർ ഇങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസിൽ ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് കുറ്റബോധം തോന്നിക്കുന്ന തരത്തിലൊന്നും സംസാരിക്കരുത്. വളരെ ജനറലായിട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എന്താണ് പോണോഗ്രഫി, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, ഇൻ്റർനെറ്റിൽ ആക്സസ് എന്തുകൊണ്ട് വരുന്നു, ഇത് അപ്പം നിങ്ങൾ എന്തുകൊണ്ട് കാണാൻ പാടില്ല എന്ന് പറയുന്നു. അപ്പം അങ്ങനത്തെ കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പിന്നെ എപ്പോഴും ഇവരിത് കാണാൻ ഇടയാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് എപ്പോഴും പേഴ്സണലായിട്ടുള്ള ഒരു ഫോണോ അല്ലെങ്കിൽ ലാപ്പോ അങ്ങനെയെങ്കിലും ടാബോ എന്തെങ്കിലും നെറ്റ് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള സോഷ്യൽ മീഡിയ ഒക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള നമ്മൾ ഫോണും ലാപ്പും ഒക്കെ കൊടുക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഒക്കെ വരുന്നത്, അല്ലേ? അപ്പോൾ വളരെ ചെറുപ്രായത്തിൽ തന്നെ ഇങ്ങനത്തെ ഫോണും കാര്യങ്ങളും ഒന്നും കൊടുക്കാണ്ടിരിക്കുക എന്നുള്ളതാണ്, അവർക്ക് അവൈലബിൾ അല്ലാണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അത് പാരൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് ഫോണും കാര്യങ്ങളും കൊടുക്കുക. അപ്പോൾ അവരെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് മേ ബി ആ ഫോണായാലും ലാപ്പായാലും മറച്ചു വെക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ പാസ്വേഡ് പറഞ്ഞു തരാണ്ടിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊന്നും വഴി വെക്കാണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് പേഴ്സണലി ഈ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് കുറച്ചും കൂടി ലേറ്റ് ആക്കാനായിട്ട് നോക്കുക. കുറച്ച് വൈകി കൊടുത്താൽ മതി, കുറച്ചും കൂടി ഏജ് ആവുന്ന സമയത്ത് കൊടുക്കുക. അതിന് മുന്നേ നമ്മൾ ഈ കാര്യങ്ങളൊന്നും അവർക്ക് വല്ലാണ്ട് അവൈലബിൾ ആക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഒരിക്കലും കുട്ടികളോട് സംസാരിക്കുന്ന സമയത്ത് അവർക്ക് നാണക്കേടുണ്ടാകുന്ന രീതിയിലോ അല്ലെങ്കിൽ നമ്മളൊരു നാണം കീപ്പ് ചെയ്തുകൊണ്ട് ഭയങ്കര ഷെയിമായിട്ട് ആ കാര്യം സംസാരിക്കാനോ നിൽക്കരുത്. എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്, വളരെ ജനറലായിട്ട് വരാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ സീരിയസ്നെസ്സോട് കൂടിയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഒരിക്കലും അവരെ കുറ്റപ്പെടുത്താൻ നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങളാണെന്നുണ്ടെങ്കിലും നമ്മൾ ആ ഒരു ഏജ് കഴിഞ്ഞ് വന്നവരാണ്. സോ ഒരിക്കലും അവരുടെ ഏജിൽ നിന്നുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുക, അല്ലാണ്ട് നിങ്ങളൊരു മുതിർന്ന വ്യക്തി എന്നുള്ള രീതിക്ക് ഒരു ഉപദേശം എന്നോളം അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യരുത്. അവർക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിക്കോളണം എന്നില്ല. അപ്പം അവർക്ക് സംശയങ്ങൾ ഉണ്ടാകുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അത് അവർ ക്വസ്റ്റ്യൻ ചോദിക്കുകയായിരിക്കും. അതിന് നമ്മൾ ക്ലിയർ ആയിട്ടൊരു ആൻസർ നമ്മൾ കൊടുക്കുക. ഇത്തരത്തിൽ പോൺ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർക്കൊരു തെറ്റിദ്ധാരണ വരാൻ ചാൻസ് ഉണ്ട്. പോൺ എന്താണ്, അത് തന്നെയാണ് സെയിം സെക്സ് എന്നുള്ളത് ഒരു കാര്യം വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കണം. ഈ പോണോഗ്രഫിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. പോൺ വേഴ്സസ് സെക്സ്, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുക. നമ്മൾ ഈ കാണുന്നതല്ല റിയൽ സെക്സ് എന്നുള്ളത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതിൻ്റെ വാല്യൂ വേറെയാണെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുക. അല്ലാത്ത പക്ഷം ഇവർ കുറേ തെറ്റിദ്ധാരണകൾ മനസ്സിൽ വെക്കും. അത് തന്നെ ഇത് ലൈഫിൽ അവർ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കും വലുതാവും തോറും, അല്ലെങ്കിൽ ബോഡിയെക്കുറിച്ച് കുറേ തെറ്റിദ്ധാരണകൾ അവരുണ്ടാക്കി വെക്കും. അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിയൽ സെക്സും പോണും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് കൺവീനിയൻ്റ് ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
അങ്ങനെ നമ്മൾ റിയൽ സെക്സിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് എന്താണ് ഒരു സേഫ് സെക്സ്, അല്ലാന്നുണ്ടെങ്കിൽ കൺസേൺ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അറിയാം, നമ്മുടെ ഈ ലോകത്ത് കുറെ ക്രൈമുകളൊക്കെ കൂടി വരുന്നത് ഈ പോണോഗ്രഫിയും കാര്യങ്ങളൊക്കെ അറിയാത്തത് കൊണ്ടാണ്. കുട്ടികൾക്ക് പോൺ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരുപാട് തെറ്റിദ്ധാരണകൾ വെച്ചിട്ട് അവർ കൊളീഗ്സിൻ്റെ അടുത്തും അല്ലെങ്കിൽ കൂടെ പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ അടുത്തും ഫാമിലിയുടെ അടുത്താണെങ്കിൽ കൂടി വളരെ മോശമായിട്ട് പെരുമാറുന്നുണ്ട്. അതൊക്കെ ഈ പോൺ വീഡിയോസും അല്ലെങ്കിൽ ഇമേജ് ആയിട്ടുള്ള കാലയളവിൽ ഈ ഫോട്ടോസും വീഡിയോസൊക്കെ കാണുന്നതുകൊണ്ടുള്ള ഇഷ്യൂസാണ്. അപ്പം അതൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. സേഫ് സെക്സ് എന്താണ്, പോണോഗ്രഫി എന്താണ്, നമ്മൾ ഒരാളടുത്ത് കൺസേൺ ചോദിക്കുന്നത് എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം. ഇനി ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, ആസ് എ പാരൻറ്റ് അത് ഉൾക്കൊള്ളാനും അല്ലെങ്കിൽ അത് പറഞ്ഞ് കുട്ടികളോട് കൺവീനിയൻ്റ് ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളെക്കാൾ അറിവുള്ള അല്ലെങ്കിൽ മുതിർന്ന ഒരു വ്യക്തിയുമായിട്ട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ കുട്ടികളുമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾ നോക്കണം. അവരെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് പറയാം. ഇനി അതും ഒരു ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തന്നെ ചോദിക്കാം. നിങ്ങൾ കൗൺസിലേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും, അവരുടെ അടുത്തൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അപ്പോൾ ഒരിക്കലും ഒരു ഷെയിം വിചാരിച്ചിട്ട് കുട്ടികളുടെ അടുത്ത് ഈ കാര്യങ്ങൾ സംസാരിക്കാണ്ടിരിക്കരുത്. പ്രത്യേകിച്ച് ഇൻ്റർനെറ്റൊക്കെ ഏറ്റവും മാക്സ് ആവുന്ന ഈ ഒരു കാലഘട്ടം നമ്മൾ എല്ലാ കാര്യങ്ങളടുത്തും കുട്ടികളുടെ അടുത്ത് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വെക്കണം, ഒരു ഡിസ്കഷൻ വെക്കണം. അപ്പോഴാണ് എല്ലാവർക്കും ഇതിനെക്കുറിച്ച് മനസ്സിലാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ചെറുപ്രായത്തിലേ ഉണ്ടാകുന്ന തെറ്റിദ്ധാരണകൾ വളരും തോറും മനസ്സിലിട്ട് പെരുപ്പിച്ച് വേറെ എന്തൊക്കെയാണെന്നുള്ള ഒരു ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തും. അപ്പോൾ ആ സിറ്റുവേഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് കുറേ തെറ്റിദ്ധാരണകൾ, അവരുടെ മിസ്റ്റേക്സ് തിരുത്താനായിട്ട് സാധിക്കും.